ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ സാൻഡ്ര. സോ നമ്മളൊരു 5 മന്ത് ഗ്യാപ്പിന് ശേഷം അപ്ലോഡ് ചെയ്യുന്ന ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണിത്. ആൻഡ് 2026 നമ്മുടെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ കൂടിയാണിത്. സോ ഈ വർഷം പുതിയൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ ആദ്യം എൻ്റെ മൈൻഡിലോട്ട് വന്നത് സ്റ്റഡി റിലേറ്റഡ് വീഡിയോ ഇടാമെന്നാണ്. ആൻഡ് ഇപ്പോൾ സർവം പരീക്ഷമയമാണല്ലോ, അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് ഹെൽപ്ഫുൾ ആവുന്ന സ്റ്റഡി ടിപ്സ്, അത് ഞാൻ യൂസ് ചെയ്ത സ്റ്റഡി ടിപ്സും ഉണ്ട്, പിന്നെ ഞാൻ കുറച്ച് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച സ്റ്റഡി ടിപ്സും കൂടെ എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അതൊക്കെയാണ് ഞാൻ കുറച്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, കുറച്ച് റിസർച്ച് നടത്തിയിട്ടുണ്ട്, കുറച്ച് ഞാൻ യൂസ് ചെയ്ത ടിപ്സും കാര്യങ്ങളൊക്കെ കൂടെ ഒന്ന് വിട്ടു പോകാതിരിക്കാനായിട്ട് എല്ലാം കൂടി നോട്ടിലൊക്കെ എഴുതി വെച്ചിട്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. സോ നമുക്ക് ആദ്യം പഠിക്കാൻ ഇരിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ എക്സാമൊക്കെയാണ്, അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഒരു ഹറിബറിയിലൊക്കെ ആയിരിക്കും പഠിക്കുന്നത്. ചിലപ്പോൾ കുറേ നോട്ട്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടിയതൊക്കെ ഉണ്ടാകും. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സിലബസ്, നമുക്ക് എന്താണോ പഠിക്കേണ്ടതെന്നുള്ള കറക്റ്റ് ഐഡിയ നമുക്ക് വേണം. സോ അതിന് വേണ്ടി ഫസ്റ്റ് സിലബസ് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിനോട് ചോദിക്കാം, ടീച്ചേഴ്സിനോട് ചോദിക്കാം. അങ്ങനെ എവിടെ നിന്നാണോ കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള റിസോഴ്സിൽ നിന്ന് നമ്മുടെ സിലബസ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതാണ് ഫസ്റ്റത്തെ കാര്യം. സെക്കൻഡ് കാര്യമാണ് നമുക്ക് വേണ്ട നോട്ട്സ് ഇല്ലാണ്ട് നമ്മൾ പഠിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് കുറേ വീഡിയോസ് കാണും, ചിലപ്പോൾ അവിടെ നിന്ന് കുറേ നോട്ട്സ് കിട്ടും, അങ്ങനെയൊക്കെ ആയിരിക്കും പഠിക്കാതിരിക്കേണ്ടത് ചിലവരെങ്കിലും. സോ അങ്ങനെ ചെയ്യാണ്ട് കറക്റ്റ് പ്രോപ്പർ നോട്ട്സ്, കറക്റ്റ് പ്രോപ്പർ റിസോഴ്സിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടാണ് നമ്മുടെ പഠിത്തം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ പ്ലാനിങ്. അതായത് നമ്മളിപ്പോൾ ഒരു ടൈം ടേബിളൊക്കെ ഇടും, പരീക്ഷ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്കിപ്പോൾ ഇത്ര ചാപ്റ്റർ ഇന്ന ദിവസം തീർക്കണം, ഇന്ന സിലബസ് എനിക്ക് കവർ ചെയ്യണം, ഇന്ന പോർഷൻ എനിക്ക് കവർ ചെയ്യണം, ഈ സബ്ജക്റ്റിൻ്റെ ഇത്ര ഭാഗം ഞാൻ കംപ്ലീറ്റ് ചെയ്യും ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ, ഈ ഒരു മാസത്തിനുള്ളിൽ, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യും. ഇത് നമ്മുടെ പ്ലാനിങ് അനുസരിച്ച് നടക്കുന്നവരുണ്ടാവും, ചിലപ്പോൾ നടക്കാതെയും പോകാം. ഈ നടക്കാതെ പോണതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കപ്പാസിറ്റി ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ ലെവലാണ് പഠിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ കപ്പാസിറ്റിനേക്കാളും കൂടുതൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വലിയ കാര്യത്തിനൊക്കെ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യും, പക്ഷെ നമുക്കത് സ്റ്റിക്ക് ഓൺ ചെയ്ത് കംപ്ലീറ്റ്ലി ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എക്സ്ട്രാ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത പോർഷൻ അതവിടെ കിടക്കും. പിന്നെ നാളെ ആകുമ്പോഴത്തേക്കും ഇന്നലത്തെ ഉണ്ടാവും, നാളത്തെ ഉണ്ടാവും. സോ ഇന്നത്തെയും നാളത്തെയും മറ്റന്നാളത്തെയും ഒക്കെ കൂടെ വരുമ്പോൾ നമുക്കത് വലിയൊരു ഭാരമായിട്ട് തോന്നും. ഇതെങ്ങനെ പഠിച്ചു തീർക്കാൻ പറ്റുമോ, എന്നെക്കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു ഗിൽട്ടും, പിറ്റേ ദിവസത്തെ കുറച്ച് എഫേർട്ട് കൂടുതൽ ഇടണില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ നമ്മുടെ പ്ലാനിങ് വർക്ക് ആവില്ല. അങ്ങനെ വർക്ക് ആവേണ്ടി വരുമ്പോൾ നമുക്ക് പൊതുവേ എല്ലാവർക്കും ഉള്ളൊരു ടെൻഡൻസിയാണ് ആ പ്ലാനിങ്ങൊക്കെ നിർത്തി നമ്മൾ കംപ്ലീറ്റ്ലി പഠിക്കാതിരിക്കുകയെന്നുള്ളത്. സോ നിങ്ങളുടെ പ്ലാനിങ് എപ്പോഴും കറക്റ്റായിരിക്കുക, നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുക. അങ്ങനെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കാൻ പറ്റും. നമ്മൾ പ്ലാനിങ്ങും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി എനിക്കിഷ്ടപ്പെട്ടൊരു മെത്തേഡ് ഉണ്ട്. ഞാൻ ഞാൻ സൈക്കോളജിയിൽ പഠിച്ച മെമ്മറി എന്ന് പറഞ്ഞ പോർഷനിൽ പഠിച്ചൊരു മെത്തേഡാണ്. ആൻഡ് ഇത് മിക്കവരും ഫോളോ ചെയ്യുന്നൊരു മെത്തേഡും കൂടെയാണ്. ഇതിപ്പോൾ ഇതിൻ്റെ പേരൊന്നും ഞാൻ ഫോളോ ചെയ്ത സമയത്ത് അറിയില്ലായിരുന്നു. പക്ഷേ ഡിഗ്രിയിൽ എനിക്കൊരു മെമ്മറി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഒരു പോർഷൻ ഉണ്ടായിരുന്നു. അന്നേരം കിട്ടിയൊരു ടെക്നിക്കാണ് നിമോണിക്സ് എന്നുള്ളത്. അതിൽ SQ3R മെത്തേഡ്. ഇതിപ്പോൾ ഞാൻ എന്താണെന്ന് പറയുന്ന സമയത്ത് കുറച്ച് പേരിങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും, ഈ ഒരു ടെക്നിക്കാണല്ലോ ഞാൻ ഫോളോ ചെയ്യുന്നത്, ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ടെക്നിക്കാണ് കേട്ടോ. സോ SQ3R, എസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർവേ ആണ്. നമുക്ക് എന്താണോ പഠിക്കുന്നത്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സിലബസ്, ആ സിലബസ് അനുസരിച്ച് എന്താണ് പഠിക്കേണ്ടതെന്ന് നോക്കി അതിൻ്റെ ഹെഡിങ്സ്, സബ് ഹെഡിങ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈറ്റിൽസ്, ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കണേ എന്താണെന്നുള്ളത് ഒരു ആവറേജ് വ്യൂ ഉണ്ടാക്കുക. അതിനാണ് നമ്മൾ സർവേ എന്ന് പറയണത്. നെക്സ്റ്റ് ആണ് Q, അതായത് ക്വസ്റ്റ്യൻ. നമുക്ക് എന്താണ് പഠിക്കണേണ്ടുള്ള ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുക. അതായത് നമ്മുടെ ടോപ്പിക്സിനുള്ള ഹെഡിങ്സ്, സബ് ഹെഡിങ്സ്, ടൈറ്റിൽ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ നമ്മളൊരു ക്വസ്റ്റ്യൻ ഫോർമാറ്റിൽ ആക്കുക. എന്നിട്ട് അതനുസരിച്ച് റീഡ് ചെയ്യുക. നമ്മുടെ പോർഷൻ എന്താണോ എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്, നോട്ട്ബുക്ക്, അതൊക്കെ നമ്മുടെ ഈ ക്വസ്റ്റ്യൻസ് അനുസരിച്ച് റീഡ് ചെയ്യുക. ഇങ്ങനെ റീഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണോ റീഡ് ചെയ്യുന്നതെന്ന് ഒരു പർപ്പസ് ഉണ്ടാവും. അതോടുകൂടി നമുക്കൊരു ഫോക്കസും കൂടി ഉണ്ടാവും. ഈ ഒരു ക്വസ്റ്റിന് ആൻസർ കണ്ടുപിടിക്കാനാണ് നമ്മളിത് വായിക്കുന്നത്. അങ്ങനെ ഒരു പർപ്പസ് ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് കുറച്ചും കൂടി ഫോക്കസ് കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇത് 3R ഫസ്റ്റ് R ഈസ് റീഡ്, സെക്കൻഡ് R റിസൈറ്റ്, ആൻഡ് തേർഡ് R എന്ന് പറയുന്നത് റിവ്യൂ. റീഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിലബസ്, നമ്മുടെ ടോപ്പിക്ക്, നമ്മുടെ
സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് വായിക്കുക. അതായത് നല്ല ഡീപ്പായിട്ട് തന്നെ വായിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പോവുക. അതാണ് റീഡിൽ ചെയ്യുന്നത്. ആൻഡ് ഇതിൽ നിന്ന് തന്നെ റീഡ് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യാം. ചെറിയ ചെറിയ നോട്ട്സായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതാണ് ഈ റീഡ് എന്നുള്ളത്. അടുത്ത ആളാണ് റിസൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം വായിച്ചു പഠിച്ചു, അത് കഴിയുമ്പോൾ നമ്മുടെ ബുക്ക്, ഇപ്പോൾ നമ്മളിത് വായിച്ചു, അത് കഴിയുമ്പോൾ ബുക്ക് അടച്ച് വെക്കുക അല്ലെങ്കിൽ ബുക്ക് മടക്കി വെക്കുക. എന്നിട്ട് നമ്മൾ എന്താണോ വായിച്ചത് അത് നമ്മുടെ മെമ്മറിയിൽ നിന്ന് പറഞ്ഞു വെക്കുക. അതിനാണ് നമ്മൾ റിസൈറ്റ് എന്ന് പറയുന്നത്. ഈ പോയിൻറ്റ്സിനെ റീകോൾ ചെയ്യുക എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ പഠിച്ചു, നോട്ട്ബുക്ക് അടച്ച് വെക്കുക, എന്നിട്ട് ആ ഡെഫിനേഷൻ പറഞ്ഞു നോക്കുക ബുക്ക് അടച്ച് വെച്ചിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഹെൽപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രമാത്രം പഠിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത റിവ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ ഒരു 24 hours ഉള്ളിൽ തന്നെ, ഇപ്പോൾ അത് കിടക്കുന്നതിന് മുമ്പ് ഒന്നും കൂടെ വായിച്ച് നോക്കുക. അതാണ് റിവ്യൂ എന്ന് പറയുന്നത്. അടുത്ത ഭയങ്കര എഫക്റ്റീവായിട്ടും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടെക്നിക്കാണ് ആക്റ്റീവ് റീകോളിംഗ് എന്നുള്ളത്. നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഓർത്തെടുത്ത് പറയുന്ന ഒരു ടെക്നിക്കാണ് ഇത്. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ബുക്ക് ക്ലോസ് ചെയ്ത് വെക്കുക, എന്നിട്ട് നമ്മുടെ മെമ്മറിയിൽ നിന്ന് അത് ഓർത്തെടുത്ത് പറയുക. ഇപ്പോൾ നമ്മൾ റിസൈറ്റിനെ കുറിച്ച് പറഞ്ഞില്ലേ, സെയിം അതുപോലെ തന്നെ ഓർത്തെടുത്ത് പറയുക. അതാണ് ആക്റ്റീവ് റീകോളിംഗ്. ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് യൂസിങ് ഫ്ലാഷ് കാർഡ്സ് എന്നുള്ളത്. ഇതെങ്ങനെ ഇപ്പോൾ ഫ്ലാഷ് കാർഡ് മെത്തേഡ് യൂസ് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ ഒരു പീസ് ഓഫ് പേപ്പറിൽ ക്വസ്റ്റ്യൻ എഴുതുക, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആൻസേഴ്സും കൂടെ എഴുതുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് നമ്മൾ പഠിച്ചു കഴിയുമല്ലോ, അന്നേരം ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ആൻസർ നമ്മൾ പറഞ്ഞു വെക്കുക, മെമ്മറിയിൽ നിന്ന് ഓർത്തെടുത്ത് പറയുക. ആൻഡ് അത് പറഞ്ഞു കഴിയുമ്പോൾ നേരെ പേപ്പർ തിരിക്കുക, എന്നിട്ട് ആൻസേഴ്സ് വായിച്ച് നോക്കുക. ഇങ്ങനെ വായിച്ച് നോക്കുമ്പോൾ നമ്മൾ ഏതൊക്കെ പറഞ്ഞു, ഏതൊക്കെ മിസ്സായിപ്പോയി എന്നൊരു ഐഡിയ നമുക്ക് കിട്ടും. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുക, നമുക്ക് ആ ആൻസർ കറക്റ്റായിട്ട് കിട്ടണ വരെ റിപ്പീറ്റ് ചെയ്ത് പോവാം. ശരിക്കും ഈ ഒരു ടെക്നിക്ക് ഭയങ്കര അടിപൊളിയാണ്. ആൻഡ് ഇത് മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡും കൂടെ ആണ് കേട്ടോ. അടുത്തൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ് ക്വസ്റ്റ്യൻസ് വൈ നോട്ട് ടേക്കിംഗ്. അതായത് നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകാം. ഇപ്പോൾ അത് വേണമെങ്കിൽ ഒരു 1 word ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഒരു ടോപ്പിക്ക് മാത്രം വേറെ എക്സ്ട്രാ പേപ്പറിൽ എഴുതി വെക്കാം. നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നോക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നോട്ട് ടേക്കിംഗ് നമുക്ക് 2 രീതിയിൽ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് മെത്തേഡാണ് നമ്മൾ എന്താണോ വായിക്കുന്നത് അത് തന്നെ നമുക്ക് സെപ്പറേറ്റ് നോട്ട്ബുക്കിലോട്ട് എഴുതാം. സെക്കൻഡ് മെത്തേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു പോർഷൻ വായിച്ചു, എന്നിട്ട് അത് നമ്മുടെ മെമ്മറിയിൽ നിന്ന് നമ്മൾ ഓർത്ത് എഴുതാം. അങ്ങനെ 2 രീതിയിൽ നമുക്ക് നോട്ട് ടേക്കിംഗ് ചെയ്യാം. ഇനിയിപ്പോൾ ഈ റൈറ്റ് ക്വസ്റ്റ്യൻസ് വൈ ആൻസറിങ് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ സെപ്പറേറ്റ് ആയിട്ടൊരു പേപ്പറിൽ ഓരോ ഹെഡിങ്സും ഞാൻ ക്വസ്റ്റ്യനായിട്ട് എഴുതും. ഇപ്പോൾ എനിക്ക് മെമ്മറി, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ SQ3R മെത്തേഡ്, സോ നിമോണിക്സ് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, SQ3R ക്വസ്റ്റ്യൻ ആയിരിക്കും. അങ്ങനെ കുറച്ചധികം ടോപ്പിക്സ് ഞാൻ ഓരോ സിംഗിൾ വേർഡായിട്ട് എഴുതും. ആ ഓരോ വേർഡിനും ഓരോ ഡെഫിനേഷൻസ് ഉണ്ടാവും. അങ്ങനെയാണ് ഞാൻ നോട്ട് ടേക്കിങ്ങിൻ്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാറ്. എന്നിട്ട് നമ്മൾ ഈ ചാപ്റ്റർ കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ മൊഡ്യൂൾ കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഈ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയിട്ട് ഓരോന്നും ആൻസർ പറഞ്ഞു നോക്കും. ഇൻ കേസ് ആൻസർ കിട്ടിയില്ലെങ്കിൽ ഞാൻ എൻ്റെ നോട്ട്സ് റെഫർ ചെയ്യും. അങ്ങനെ ഞാൻ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. ഇനിയിപ്പോൾ കുറേ നേരം ഇരുന്ന് പഠിക്കാൻ നമ്മളെക്കൊണ്ട് പറ്റിയെന്നല്ല, കാരണം നമ്മുടെ കോൺസെൻട്രേഷൻ ഫോക്കസൊക്കെ നമുക്ക് അധികം നേരം നമുക്ക് കുറേ നേരം ഒരു കാര്യത്തിലോട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഫോക്കസ് പോകും, നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് പൊമഡോറോ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ 25 minutes പഠിച്ചു ആൻഡ് 5 minutes ബ്രേക്ക് എടുക്കുക, ദെൻ 24 minutes പഠിക്കുക, 5 minutes ബ്രേക്ക് എടുക്കുക. ഇങ്ങനെ 4 സെറ്റ് കഴിയുമ്പോൾ ഒരു ലോങ് ബ്രേക്ക് എടുക്കുക. ഈ ഒരു മെത്തേഡ് വെച്ച് യൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ബ്രേക്കും കിട്ടും. ആൻഡ് അത് കഴിയുമ്പോൾ നമുക്കൊന്നും കൂടെ മൈൻഡ് റിഫ്രഷ് ആവും. നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഈ 25 minutes എന്നുള്ളത് 30 minutes ആക്കാം, 40 minutes ആക്കാം, 1 hour ആക്കാം. അത് നമ്മുടെ ബ്രെയിനിനെ കൊണ്ട് പറ്റുന്നൊരു കാര്യമാണ് ഈ ടൈം കൂട്ടുക എന്നുള്ളത്. ഒറ്റയടിക്ക് ചിലപ്പോൾ നമുക്കൊരു 6 മണിക്കൂർ 5 മണിക്കൂർ ഇരുന്ന് പഠിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ 3 മണിക്കൂർ നിന്ന് പഠിക്കാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ പതുക്കെ നമുക്ക് ടൈം കൂട്ടി ഒരു ലോങ് അവറിലോട്ട് നമുക്ക് പഠിക്കാതിരിക്കാൻ പറ്റും. അടുത്ത കാര്യമാണ് സമ്മറൈസിങ് എന്നുള്ളത്.
എപ്പോഴും നമ്മൾ പാസീവായിട്ടൊരു കാര്യം കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ മെമ്മറിയിൽ അധികം നേരം സ്റ്റോർ ചെയ്തൊന്നും വരില്ല. സോ ഇപ്പോൾ കുറച്ച് നേരം വായിച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എഴുതി കഴിഞ്ഞിട്ട് നമ്മളതൊന്ന് ഓർത്തെടുത്ത് പറഞ്ഞു നോക്കുക. ഇങ്ങനെ സമ്മറൈസ് ചെയ്യുമ്പോൾ കുറച്ച് നേരം കൂടെ ആ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ മെമ്മറിയിൽ നിൽക്കാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്താ ഹെൽപ്ഫുൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ പോർഷനിൽ നിന്നാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്ന പോർഷൻസ് ഏതാണ്, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ഏതാണ്, അങ്ങനെയൊക്കെ നമുക്കൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ഈ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മാക്സിമം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഗൂഗിളിലൊക്കെ കയറി നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ മോക്ക് ടെസ്റ്റുകൾ നമുക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസൊക്കെ എഴുതാൻ പോകുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതല്ല 10th +2 ഒക്കെ പഠിക്കുന്നവരാണെങ്കിലും ഗൂഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ മോക്ക് ടെസ്റ്റുകൾ അത് ഫ്രീ ആയിട്ടുള്ളത് നമുക്ക് കിട്ടും. ആൻഡ് അതൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ മെമ്മറിയിലോട്ട് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. ആൻഡ് നമ്മൾ എന്തോരം പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ലെവൽ ഇപ്പോൾ എത്ര ആണെന്നുള്ളത് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫോർഗറ്റിംഗ് കർവ് ഇതിങ്ങനെയാണ്. അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ മറന്നു പോകും. അത് സ്വാഭാവികമാണ്, എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. സോ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു റിവിഷൻ ട്രിക്കാണ് 1-4-7 റൂൾ എന്നുള്ളത്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇന്നൊരു കാര്യം പഠിച്ചു ആൻഡ് 4th ഡേ ഒന്നും കൂടെ പഠിക്കുക ആൻഡ് 7th ഡേ ഒന്നും കൂടെ പഠിക്കുക. ഇങ്ങനെ പഠിക്കുമ്പോൾ യൂസ്ഫുൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ് നമ്മൾ ഏത് മൈൻഡ് സെറ്റിൽ പഠിക്കാനിരിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു സബ്ജക്റ്റ് ഇഷ്ടമല്ല, അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് എന്നെക്കൊണ്ട് ഇത് പഠിക്കാനേ പറ്റില്ല, ഈ ഒരു സബ്ജക്റ്റേ എനിക്കിഷ്ടമല്ല, ആ ഒരു രീതിയിലൊക്കെയാണ് നമ്മൾ പഠിക്കാനിരിക്കണമെങ്കിൽ അത് നമ്മളെക്കൊണ്ട് പഠിക്കാൻ പറ്റില്ല. അതിന് പകരം കൂടെ ഒരു പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റിൽ പഠിക്കാനിരിക്കുകയാണ്, നമ്മൾ പഠിക്കാനിരിക്കുന്ന എൻവയോൺമെൻറ്റ് ഒക്കെ അത്യാവശ്യം നന്നായി ഓർഡർ ചെയ്ത് അറേഞ്ച് ചെയ്തൊക്കെ ഇരുന്നിട്ട് ഒരു പ്രസൻറ്റബിൾ ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റിൽ കൂടെ നമ്മൾ പഠിക്കാനിരിക്കുകയാണെങ്കിൽ നമ്മുടെ മെമ്മറിയിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ആൻഡ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രോപ്പർ ബ്രേക്ക്. നമ്മൾ പഠിക്കണതിൻ്റെ ഇടയ്ക്ക് ആവശ്യത്തിന് ബ്രേക്ക് എടുക്കുക. ഈ ബ്രേക്ക് എടുക്കുന്ന ടൈമിൽ നേരെ ഫോണിൽ പോയി സ്ക്രോൾ ചെയ്ത് ടൈം കളയുകയല്ല വേണ്ടത്. ജസ്റ്റ് ഒരു ഫ്രഷ് ഹെയർ കൊള്ളുക, കുറച്ച് നടക്കാൻ പോവുക, അല്ലെങ്കിൽ കുറച്ച് ഫാമിലി മെമ്പേഴ്സിനോട് അവരോടൊക്കെ വർത്തമാനം പറയാം, ഫ്രണ്ട്സിനോട് വർത്തമാനം പറയാം. ദെൻ ആ ബ്രേക്ക് കഴിഞ്ഞിട്ട് വീണ്ടും വന്നിരുന്ന് പഠിക്കുക. അങ്ങനെ പ്രോപ്പർ ബ്രേക്ക് നമുക്ക് ഭയങ്കര അത്യാവശ്യമാണ്. അത് നമ്മളെ ബേൺ ഔട്ട് ആവാണ്ട് ഹെൽപ്പ് ചെയ്യും, നമ്മുടെ ഹെൽത്ത് ഒന്ന് ഇമ്പ്രൂവ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങളെക്കാൾ നന്നായിട്ട് മാർക്ക് കിട്ടി. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ സെൽഫ് ഡൗട്ട് ചെയ്യുന്നതും കൂടിയാണ്. എന്നെക്കൊണ്ട് പറ്റില്ല, എന്നെക്കൊണ്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് തന്നെയാണ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ചെയ്യുന്നത്. അത് നമ്മുടെ സ്ട്രെസ്സ് കൂട്ടുകയുള്ളൂ ആൻഡ് നമ്മുടെ ഫോക്കസ് കുറയ്ക്കുകയുള്ളൂ. സോ നിങ്ങൾ കമ്പയർ ചെയ്യാതിരിക്കുക, നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് പഠിക്കുക, നമ്മളെക്കൊണ്ട് എത്രമാത്രം പറ്റുന്നോ അത്ര നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, സ്മാർട്ട് വർക്ക് ചെയ്യുക, എന്നിട്ട് കിട്ടുന്ന മാർക്കാണ് നമുക്ക് വിധിച്ചേക്കുന്ന മാർക്കെന്ന് വിചാരിക്കുക. അല്ലാണ്ട് എൻ്റെ ഫ്രണ്ടിന് അത്രയും കിട്ടിയല്ലോ, എന്നെക്കൊണ്ട് ഇത് കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് സ്ട്രെസ് അടിച്ചെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്നത് പോലും നമുക്ക് പഠിക്കാൻ പറ്റാണ്ട് പോകും. സോ മാക്സിമം നമ്മുടെ കാര്യങ്ങൾ നോക്കി പഠിക്കുക, മറ്റുള്ളവർ എന്ത് പഠിക്കുന്നു എന്നത് അധികം ശ്രദ്ധിക്കേണ്ട. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ്. ഈ നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് 100% വർക്കൗട്ടായെന്ന് വരില്ല. നമുക്ക് പല കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ട കാര്യങ്ങളുണ്ടാവും, നമുക്ക് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ആണെങ്കിൽ പ്രാക്ടിക്കൽ എക്സാംസിൻ്റെ ഒക്കെ ടൈമാണ്. സോ നമുക്ക് റെക്കോർഡ് ചെയ്താണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. സോ നമുക്ക് 100% നമ്മുടെ ടൈം ടേബിളിനോട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോവുക, പറ്റുന്ന രീതിയിൽ നമ്മുടെ പ്ലാനിങ് അനുസരിച്ചുള്ളത് കംപ്ലീറ്റ് ചെയ്യാം. സോ ഇതൊക്കെയാണ് എനിക്കറിയുന്ന ടെക്നിക്സ് ആൻഡ് മെത്തേഡ്സ് എന്നുള്ളത്. ഞാൻ ഫോളോ ചെയ്യുന്നതും ഞാൻ കണ്ടതുമായിട്ടുള്ള ടെക്നിക്സ് ആൻഡ് മെത്തേഡ്സ് ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, അത് എനിക്കൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ല ടെക്നിക്സും മെത്തേഡ്സും അറിയാമെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയുടെ കമൻറ്റ് അതിൽ നോക്കുകയാണെങ്കിൽ അത് അവർക്ക് ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് എനിക്കും ഫ്യൂച്ചർ സ്റ്റഡീസിന്
ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ശരിയാണ്, ബൈ.